ആ കുട്ടികളുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ് നല്ലവരായിരിക്കണം. അവരോടൊപ്പം മാത്രമേ നമ്മുടെ കുട്ടികൾ സ്നേഹബന്ധം കൂട്ടുകാരായി തുടരാൻ പാടുള്ളൂ. മിക്കവാറും കുട്ടികൾ മോശമാവുന്നത് വീടിൻ്റെ പ്രശ്നം കൊണ്ടോ ഉപ്പായുടെ ഉമ്മായുടെ തർബീയത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ല, മറിച്ച് അവരുടെ കൂട്ടുകാരിൽ നിന്ന് പല തെറ്റുകുറ്റങ്ങളും പഠിച്ച് ലിബറലായി ഹറാമുകൾ പഠിച്ച് കോസ്മെറ്റിക്സുകൾ പഠിച്ച് തെറ്റുകുറ്റങ്ങൾ പഠിച്ച് അങ്ങനെ ജീവിതം മോശമാവുന്നതാണ്. അതുകൊണ്ട് ആദ്യം നമ്മളെ മക്കൾ നന്നാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ കൂട്ടുകാർ നല്ലവരാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. പുതിയ കാലത്ത് നമുക്കറിയാം, നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ മക്കൾ നന്നാവാനായി SSF ഉണ്ട്, SYS ഉണ്ട്, ചെറിയ മക്കളാണെങ്കിൽ മഴവിൽ സംഘങ്ങളുണ്ട്. ഇങ്ങനെ നല്ല ദർസിൽ, നല്ല ദഅ്വ കോളേജിൽ, നല്ല വുമൺസ് കോളേജുകളിൽ അവർ കണ്ടു പകർത്തേണ്ടവർ നല്ലവരാവുന്ന അർത്ഥത്തിൽ കുട്ടികൾ നന്നായി കിട്ടാൻ കൂട്ടുകാർ നന്നാവുക എന്ന തിയറി നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങളെ കൂട്ടുകാർ നന്നാവുക എന്നുള്ളത് നിങ്ങൾ നന്നാവാനുള്ള വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതാണ്, നിന്റെ അടുത്ത് നിന്ന് നിന്റെ ഇൽമ പഠിക്കുന്ന കൂട്ടുകാർ, അഥവാ ഇൽമിനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നിനക്ക് ഇൽമ ഇങ്ങോട്ട് തരാൻ പറ്റുന്ന കൂട്ടുകാർ, ഇത് രണ്ടും അല്ലാത്ത ഒരു കൂട്ടുകാരനും നിനക്ക് ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ അയാളെ ഇൽമ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നീ പഠിച്ച ഇൽമ അയാൾ കേൾക്കാൻ തയ്യാറാവും. അതാണ് SSFലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, പെയിന്റുധാരികളായ സാധാരണക്കാരും തലപ്പാവ് ധരിച്ച ആലിമീങ്ങളും, സെക്ടർ പ്രസിഡന്റ് ഒരു ആലിമായിരിക്കും, ജനറൽ സെക്രട്ടറി ഒരു ഡിഗ്രി പഠിക്കുന്ന പയ്യനായിരിക്കും. അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദീൻ ആയിരിക്കണം നമ്മുടെ സ്നേഹബന്ധത്തിന്റെ മാനദണ്ഡം. അല്ലാത്ത ഒരാളുമായും നമ്മൾ കൂട്ടുകാരാവാൻ പാടില്ല. ഉപദേശിക്കാം ആൾക്കാരോട്, സ്നേഹബന്ധം പുലർത്തുന്ന കൂട്ടുകാരാവുക എന്നുള്ളത് ഐനൽ മുതജാലിസീന ഫിയ്യ, അർശിന്റെ തണൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ കൂട്ടുകാരാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. സ്വർഗക്കാർക്ക് നല്ല തിരക്കായിരിക്കും. എന്തുകൊണ്ട്? സ്വർഗക്കാർക്ക് എന്ത് തിരക്കാ ഉള്ളത്? അല്ലാഹ് കൊടുക്കുന്ന സൽക്കാരം, ഭക്ഷണം കഴിക്കുന്ന തിരക്ക്, ഭാര്യയുമായി സല്ലപിക്കുന്ന തിരക്ക്, ഹൂറുൽ ഐനുമായി ആസ്വദിക്കുന്ന തിരക്ക്, കൂട്ടുകാരെ കാണാൻ പോകുന്ന തിരക്ക്, അങ്ങനെ പല തിരക്കുകളും ഉണ്ടാവും. എന്തുകൊണ്ടാ? അവര് ദുനിയാവിലും തിരക്കുള്ളവരാ. ദുനിയാവിൽ ഒരു പണിയും ഇല്ലാതെ കോട്ട് വായിട്ടിട്ട് വാട്സപ്പ് നോക്കി നടക്കുന്നു, എനിക്ക് സ്വർഗവും ഇല്ല എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഖൈറായ മാർഗത്തിൽ തിരക്കുകൾ ഉണ്ടാവണം. ഹും വ അസ്വാജുഹും, അവിടെ ഭാര്യമാർ എന്ന് മാത്രമല്ല അർത്ഥം. തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ കാണാം, ഹും വ അസ്വാജുഹും, ഈ പറഞ്ഞവരും അവരുടെ ഒന്നിച്ച് ദീനിൽ പ്രവർത്തിച്ചവരും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ, സ്വർഗത്തിൽ ചാരു കസേരയിൽ ഇരുന്ന് പഴയ കാലത്തെ കഥകളൊക്കെ പറയും. അങ്ങനെ പറയണമെങ്കിൽ രാത്രി നോട്ടീസ് ഒട്ടിക്കാൻ, മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ, മഹദറത്തുൽ ബദരയിൽ സജീവമാവാൻ നമ്മൾ ഉണ്ടാവണം. അങ്ങനെ നല്ല കൂട്ടുകാർ മാത്രം നമുക്കുണ്ടാവുക എന്നുള്ളത് നമ്മുടെ മക്കൾ നന്നാവാനുള്ള വഴിയായി സയ്യിദുന ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മക്കൾ നന്നാവാനുള്ള രണ്ടാമത്തെ കാര്യം, ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ്
എന്താണ് അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള മര്യാദ, ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള മര്യാദ, വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള മര്യാദ. അതിന് ഉപ്പയും ഉമ്മയും സമയം കണ്ടെത്തണം. ഉമ്മാക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് ഉപ്പ ജിപേ ചെയ്താൽ പോരാ, ഫീസ് അടച്ചാൽ പോരാ. ഉപ്പയും അതിനൊക്കെ സമയം കണ്ടെത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ കൂടെ ഇരുത്തുക. ബിസ്മി എല്ലിയിട്ടില്ലാലോ, കേട്ടിട്ടില്ലാലോ, ചൊല്ലിയോ? ഉപ്പ കേൾക്കാത്തോണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ആ കുട്ടികൾക്ക് സുന്നത്തുകൾ, അദബുകൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തത് ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം. ഇമാം പറയാം, ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് കൊടുക്കണം. നീ എന്താ ഉസ്താദിനോട് പറഞ്ഞത്? ഞാൻ അറിഞ്ഞേട്ടോ. ഉസ്താദിനോടുണ്ടോ അങ്ങനെ പറയല്? ഉസ്താദല്ലേ. അങ്ങനെ ശരിക്ക് കുട്ടികൾക്ക് ഉസ്താദുമാരോട്, ആലിമീങ്ങളോട്, പള്ളിയോട്, മുസാഫിനോട് ബഹുമാനം ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ ഉസ്താദ് അങ്ങനെ പറഞ്ഞോ? അടിച്ചോ? ചൂടായോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ കൂടിയിട്ട് ഉസ്താദിനെ ചെറുതാക്കിയാൽ പിന്നെ അവന് ഇൽമോടിച്ചിട്ട് എന്താ കാര്യം? ഉപ്പാനോടുള്ള ബഹുമാനം ഉസ്താദ് ഉണ്ടാക്കി കൊടുക്കണം. നീ ഉപ്പാനോട് ചൂടായി എന്നൊക്കെ പറയുന്നട്ടെ, പിന്നെന്തിനാ ഇവിടെ മദ്രസയിൽ പഠിക്കണത്, ദാവാ കോളേജിൽ പഠിക്കണത് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ എൻ്റെ ഉപ്പാര വെറുതെ അല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എത്ര ക്ലാസ് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. പിന്നെ ഉപ്പാനോടുള്ള ബഹുമാനം കൂടുതലായും പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ഉമ്മ പറയണം. ഉപ്പാനോടുള്ള ബഹുമാനം ശരിക്കും ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മാനോടുള്ള ബഹുമാനം പഠിപ്പിക്കേണ്ടത് ഉപ്പയുമാണ്. അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് നന്നായി കൊടുത്താൽ അവർ നല്ല അദബുള്ള ഇസ്ലാമിക ചിട്ടയുള്ള മക്കളായി വളരും. അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നാലാമത്തത്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പ്യുവർ ഹലാലായിരിക്കണം. ലോണും പലിശയും ലീസും ഹറാമായ ബിസിനസ്സുകളും വർദ്ധിച്ചു വന്ന ഈ കാലത്ത് നമ്മുടെ വരുമാന മാർഗം പ്യുവർ ഹലാലായിരിക്കണം. വരുമാന മാർഗം പ്യുവർ ഹലാലായിരിക്കണം. എന്നാലേ മക്കള് നന്നാവുള്ളൂ. സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് വേഗം വീട്ടിലേക്ക് പോകും. പള്ളിയിൽ നിന്ന് വളരെ വേഗം വീട്ടിലേക്ക് പോകും. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അള്ളാഹുവിനോട് ഒന്നും ചോദിക്കാനൊന്നുമില്ലേ, ദ്വാരക്കാനൊന്നുമില്ലേ, ഇതെന്താ വേഗം പോണത്? അതിന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആളുടെ ഈന്തപ്പന മരം എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ചെരിഞ്ഞ് മതിലിനോട് ചേർന്നിട്ടാണുള്ളത്. രാത്രി കാറ്റൊക്കെ വീശിയാൽ അതിൽ നിന്ന് ഈത്തപ്പഴം എൻ്റെ പറമ്പിൽ വീഴും. വിശന്നൊട്ടിയ വയറുമായി കിടന്നുറങ്ങിയ എൻ്റെ മക്കൾ രാവിലെ അതിൽ നിന്ന് ഈത്തപ്പഴം എടുത്ത് തിന്നാൽ അന്യന്റെ സാധനം തിന്നലാവൂലേ? അതൊരിക്കലും വേണ്ട, അതൊരിക്കലും പാടില്ല എന്ന് കരുതി ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഉപ്പാനെ ആഖിറത്തിൽ വഷളാക്കരുത് എന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങളെല്ലാം അപ്പുറത്തെ പറമ്പിലേക്ക് നിക്ഷേപിക്കാനാണ് ധൃതി പിടിച്ച് എൻ്റെ മക്കൾ ഉറക്കത്തുനിന്ന് ഉണരുന്നതിന് മുമ്പ് പോകുന്നതെന്ന് സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമുക്ക് നല്ല നിർബന്ധം ഉണ്ടാവണം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടുകാർ കഴിക്കുന്നതെല്ലാം ഹലാലാവണം. കല്യാണത്തിൻ്റെ സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മഹറിൻ്റെ പണം, പിന്നീട് ഭാര്യക്ക് മാസാമാസം കൊടുക്കുന്ന ചെലവിൻ്റെ പണം, ഇത് ഹലാലാണെങ്കിൽ അയാൾക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഹുസ്നുത് തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം. നമ്മൾ ഭാര്യ മക്കൾക്ക് ചെലവഴിക്കുന്ന പൈസ ഹലാലാവണം. ജ്വല്ലറിക്കാരും ഫർണിച്ചർ ഷോപ്പുകാരും പല ഹറാമായ ബിസിനസ്സുകളും നടത്തിയിട്ട് ആ സമയത്ത് സ്വർണ്ണം എടുക്കാം, ഇപ്പോഴേ കാശ് വെച്ചോളി, അന്നത്തെ സ്വർണത്തിന് കൂലിയില്ല, പണിക്കൂലിയില്ല, വില കുറവാണെങ്കിൽ ആ വിലക്കെടുക്കാം, അങ്ങനെ പല കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ പലിശയുടെ ഇടപാടും നടത്തുന്ന കാലത്ത്
ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ഏത് ഇൻസ്റ്റാൾമെന്റ് ചെയ്യുമ്പോഴും ആലിമിനോട്, ഫിഖ്ഹ് അറിയുന്ന ആളോട്. സാധാരണക്കാരുടെ മുമ്പിൽ ആലിമാവാന് സബ്സ്ക്രിപ്ഷൻ 57K, വ്യൂവേഴ്സ് 2 മില്യൺ ഉണ്ടായാൽ അയാൾ ആലിമാവും. അതല്ല ആലിം. ഫൽ ആലിമു ഇൻദൽ അവാമി, സാധാരണക്കാരുടെ അടുത്ത ആലിം എന്ന് പറഞ്ഞാൽ മൻ സുഈദൽ മിമ്പർ, വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷനും കൂടിയാളാ. അതല്ല ആലിം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ് നന്നായിട്ട് ഓതി പഠിച്ച് അറിയുന്ന ആളോട് ചോദിക്കുക, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അത് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടല്ലാതെ ഒരു ബിസിനസ്സിലും നമ്മൾ ഏർപ്പെടരുത്. പല ഹറാമായ ബിസിനസ്സുകളിലും നമ്മെ പെടുത്തും ആൾക്കാർ. അതെങ്ങനെ പെടുത്തുക? ആ ഉസ്താദ് ഉണ്ട്, ആ ഉസ്താദ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം പഠിച്ചിട്ട് മീസാൻ എടുത്തിട്ട് ദർസി എന്ന് പറയുന്ന ബിരുദം എടുത്ത ആളായിരിക്കും. അയാൾക്ക് അന്തൊന്നും ഉണ്ടാവില്ല. അതിലൊന്നും നമ്മൾ പെടാൻ പാടില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ നല്ല സൂക്ഷ്മത ഉണ്ടാവണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. ആ കടം തിരികെ കിട്ടാൻ വേണ്ടി ഡേറ്റ് ആയപ്പോൾ അയാളുടെ വീട്ടിന്റെ അടുത്തേക്ക് പോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ വെയിലത്ത് മുറ്റത്ത് നിൽക്കുന്നത്? കയറി നിൽക്കൂ, കയറിയിരിക്കൂ. ഏറ്റവും ചുരുങ്ങിയത് വെയിൽ ഒഴിവാകുന്ന രീതിയിൽ ഈ സൺഷെയ്ഡിലെങ്കിലും നിന്നൂടെ, എന്നാ പിന്നെ തണൽ കൊള്ളുമല്ലോ. മഹാൻ പറഞ്ഞു, വേണ്ട വേണ്ട. എന്തേന്ന് വെച്ചു. കാരണം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തന്ന 10,000 അത് തിരിച്ചേതായാലും എനിക്ക് തരുമല്ലോ, ഇല്ലേ? അത് മതി. തിരിച്ച് 10,000 തരുമ്പോ പ്ലസ് നിങ്ങളുടെ വീടിന്റെ തണല് കൂടി കൊണ്ടാൽ ഞാൻ തന്ന സംഖ്യ, ആ സംഖ്യ എനിക്ക് തിരിച്ചു തന്നു, പ്ലസ് നിങ്ങളുടെ വീടിന്റെ തണല് കൂടി ആയാൽ കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന ഇടപാട് പലിശയാണല്ലോ, അത് പലിശയാവോ എന്ന് പേടിയുണ്ട്, ഞാൻ വെയിലത്ത് തന്നെ നിന്നോളാം. യാ റഹ്മാൻ, എന്തൊരു സൂക്ഷ്മത നോക്കി അവരോടൊക്കെ, എന്തൊരു സൂക്ഷ്മതയാന്ന് നോക്കൂ. അപ്പൊ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം, എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. അപ്പൊ ചിക്കനൊക്കെ വാങ്ങുമ്പോ എവിടുന്നാ വാങ്ങേണ്ടത് നമുക്കൊരു നിർബന്ധം ഉണ്ടാവണം. ഉള്ളതെല്ലാം വെട്ടി വിഴുങ്ങി തിന്നാനുള്ളതല്ലല്ലോ മുഅ്മിനിന്റെ വയർ എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാവണം. 5-മത്തത്, മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള 5-മത്തെ കാര്യം, അവരെ തർബിയത്ത് നടത്തുമ്പോൾ അവരുടെ നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കണം. നന്മ അതോടൊപ്പം അവർക്ക് നല്ല സമ്മാനങ്ങൾ കൊടുത്ത് അവരെ മനസ്സിന് പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം. തഹാദു തഹാബു എന്നല്ലേ സമ്മാനം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല സ്നേഹം വർദ്ധിക്കും. സമ്മാനാണ് എന്ന് കുട്ടികൾക്കും തോന്നണം. 5 രൂപന്റെ ജീരകം മിഠായി വാങ്ങിക്കൊടുത്ത ഓർക്ക് തന്നെ പറയും, മനസ്സിലാവും ഇത് ഉടായിപ്പാണ് എന്ന്. സമ്മാനാണ് എന്ന് കുട്ടികൾക്കും തോന്നണം. അത് വേണം. നല്ല കാര്യം എന്ത് ചെയ്താലും അങ്ങനെ പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് പ്രോത്സാഹന വാക്കുകൾ കൊടുക്കണം. സാഹിത്യോത്സവന് ഡിവിഷൻ മത്സരത്തിന് ചിത്രരചനക്ക് 3rd കിട്ടിയാൽ, 3rd കിട്ടിയിട്ടുള്ളൂ അല്ലേ, ആകെ 3 ആളെ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഓനെ കൊന്ന് കൊഴിച്ചു മൂടരുത്. മറിച്ച് 3rd കിട്ടിയോ, മാഷാ അല്ലാഹ്, അടുത്തതിന് ഫസ്റ്റ് ആക്കണം കേട്ടോ എന്ന് പറഞ്ഞൊരു സമ്മാനം കൊടുക്കുക. യഥാർത്ഥത്തിൽ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത സമ്മാനം കൊടുക്കണം. നജ്മുദ്ദീൻ അൽ ഗസ്സി റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം പറയുന്നുണ്ട്. ബദറുദ്ദീൻ അൽ ഗസ്സി എന്നാണ് അവരുടെ ഉപ്പാന്റെ പേര്. എന്താ അനുഭവം പറയുന്നത് അറിയോ? എന്റെ 7ാം വയസ്സിൽ ഉപ്പ എനിക്ക് ഒരു ഓഫർ, 7ാം വയസ്സേ ആയിട്ടുള്ളൂ, ഉപ്പ ഓഫർ എന്നേക്കുന്ന എന്താ പറയുക, മോന് റമദാനിൽ ഒരു നോമ്പ് പിടിച്ചാൽ 2 ദിർഹം സമ്മാനം തരും. 2 ദിർഹം സമ്മാനം തരും. ആ കൊല്ലം ഞാൻ 27 നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പയാണ് അതിൻ്റെ കാരണം എന്നാ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. കുട്ടികൾക്ക് നല്ല സമ്മാനങ്ങൾ കൊടുത്ത് ആ കുട്ടികളെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരണം. ഗസാലി ഇമാം തുടരുകയാണ്, ഇനി അഥവാ നമ്മളെ കുട്ടികൾ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, നീ എൻ്റെ മോളല്ല, നീ എൻ്റെ മോനല്ല, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോളി, എൻ്റെ വീട്ടിലേക്ക് കയറണ്ട, എനക്ക് അങ്ങനത്തെ ഒരു മോനെന്നെ ഇല്ല, അങ്ങനെ ഒന്നും പറയരുത്. അത് ജാഹിലീങ്ങളായ
ആൾക്കാരെ അങ്ങനെയൊക്കെ പറയാം. എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ ശരിക്കും ശ്രദ്ധിക്കണം പറയണത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഒന്ന്, അവർക്ക് വേണ്ടി സ്വലാഹിയത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദ്വാരക്കണം. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് നിർത്തും കേട്ടോ. ഇപ്പൊ ഇതും കൂടി പറഞ്ഞ് നിർത്തും. സ്വലാഹിയത്തിന് വേണ്ടി ദ്വാരക്കണം. സ്വലാഹിയത്തിന് വേണ്ടി അവര് നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. അതാണ് പ്രധാനമായും വേണ്ടത്. രണ്ടാമത്തത്, അവര് നന്നാകും എന്ന പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാവണം. ഒരിക്കലും മക്കളുടെ തമ്മാടിത്തം കണ്ടിട്ട് നീ ഒരിക്കലും നന്നാവില്ലടാ എന്ന ശാപവാക്ക് പറയാനേ പാടില്ല. കാരണം 35 കൊല്ലം തമ്മാടിയായിട്ട് നടന്നതിനേക്കാൾ അപകടമായിരിക്കും നമ്മുടെ ഒരു ശാപവാക്ക്. 35 കൊല്ലം കള്ളുകുടിച്ച് ഫാസിക്കായി നടന്നതിനേക്കാൾ വലിയ അപകടം ഉണ്ടാവും ഉപ്പയുടെ ഉമ്മയുടെ ഒരു അപകടം പിടിച്ച വാക്ക്. അതൊരിക്കലും സംഭവിക്കരുതെന്ന് ഹുസ്നു തനബ്ബുഹ് എന്ന കിതാബിൽ പറയുന്നു. ജാഹിലീങ്ങളായ വിവരമില്ലാത്ത മാതാപിതാക്കളാണ് എന്തെങ്കിലും കുട്ടികളിൽ അബദ്ധം കണ്ടാൽ ഉടനെ ലയനത്തെയിലും ശപിക്കലും നന്നാവില്ല എന്ന് ഉറപ്പിക്കലൊക്കെ അത് ജാഹിലീങ്ങളുടെ പരിപാടിയാണ് എന്നും ആ കിതാബിൽ തുടരുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. മുടി അല്പം നീട്ടി വളർത്തിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടൊന്നും മുറിക്കുന്നില്ല. ശപിക്കാൻ പാടില്ല, ശപിക്കരുത്. നന്നാവാൻ വേണ്ടി നമ്മളെല്ലാം ദ്വാരക്കേ വേണ്ടത്, അതാ വേണ്ടത്. അതാണ് 6ാമത്തെ കാര്യം. ഒസ്സാലിമാം പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യണം. മക്കള് നന്നാവാൻ നന്നായിട്ട് ദ്വാരക്കണം. പ്രത്യേകിച്ച് ദുആഇന് ഇജാബത്ത് കിട്ടുന്ന സമയം, സ്ഥലങ്ങൾ, വ്യക്തികൾ, അവരെ കണ്ടാൽ ആ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയാൽ ആ സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ മക്കളുടെ സ്വലാഹിയത്തിന് ദ്വാരക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ദ്വാരക്കു അത്രേ, എൻ്റെ മോൻ അലിയനെ നന്നാക്കാൻ നീ തന്നെ ഏറ്റെടുക്കണേ. അങ്ങനെ ആ മോന് വലിയത്, ആ മോൻ വലിയ സൂഫിയായത് എങ്ങനെ? ആ മോന് അവസാനം ഖുർആൻ ഓത്ത് കേട്ടിട്ട് അർത്ഥം ചിന്തിച്ചിട്ട് ബോധം കെട്ടിട്ട് വഫാത്താവണതാ. ത്വബഖാത്തുൽ മുനാവിയിലുണ്ട്. അത് ഉപ്പാന്റെ ദുആന്റെ ബർക്കത്താ. ഷെഹറാനി ഇമാം പറയണ്ടല്ലോ, എൻ്റെ മോൻ അബ്ദുറഹ്മാൻ കിതാബ് പഠിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ ഞാൻ കുറെ ഉപദേശിച്ചു, ഫലം കാണുന്നില്ല. ഞാൻ ഒരു ദിവസം പാതിരാക്കണിട്ടിട്ട് ദ്വാരുന്നു, എനിക്കതിന് റിസൾട്ട് അല്ലാഹ് തരുകയും ചെയ്തു. ഒരു സൂഫിയായ പണ്ഡിതന്റെ അടുത്തേക്ക് കുറച്ചാൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോന് കള്ളു കുടിച്ച് റോഡ് സൈഡിൽ കിടക്കേണ്ടത്. എന്റെ മോനോ? അങ്ങനെ സാധ്യതയില്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത്. അവര് വളരെ നിരാശയോടെ പോയി. പിന്നീട് ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചപ്പോൾ ഒരു തുണിയിൽ കെട്ടിയിട്ടിട്ട് ഈ മോൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ വാതിൽ മുട്ടിയിട്ട് ഉപ്പാക്ക് കാണിച്ചു കൊടുത്തു, ഇതാണ്. ഉപ്പ പൊട്ടി കരഞ്ഞു, കുറെ നേരം കരഞ്ഞു. അന്ന് രാത്രി ഉപ്പ ദ്വാരുന്നു, ഈ സൂഫിയായ ഉപ്പ, അല്ലാഹ് എൻ്റെ മോനെ തർബിയത്ത് ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കാണുന്നില്ല, നീ തന്നെ നന്നാക്കണേന്ന്. അത്ഭുതമല്ല, മഹാത്ഭുതം സംഭവിച്ചേ. പിന്നെ ഈ മോൻ ഒരു തുള്ളി കള്ളു കുടിച്ചില്ല, കള്ളിന്റെ കുപ്പി ചഷകം തൊട്ടിട്ടില്ല. ഏറ്റെടുക്കേണ്ട റബ്ബ് ഏറ്റെടുക്കാതെ ഏത് ദർസിൽ പഠിച്ചിട്ടെന്താ? ഒരു കുട്ടി ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ ഹാംവാർഡിലോ അലിഗഡിലോ പഠിച്ചു, അതുകൊണ്ട് എന്താ പ്രശ്നം? ഒരു കുട്ടി പള്ളി ദർസിൽ പഠിച്ചു, അല്ലെങ്കിൽ ദേവാ കോളേജിൽ പഠിച്ചു, അതുകൊണ്ട് എന്താ? അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്താ? നൂഹ് നബിന്റെ മോന് കൻആൻ ഗാഫറായിട്ട് മരിച്ച ആളല്ലേ? നൂഹ് നബിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാ? അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല, അത്ര തന്നെ. യൂസുഫ് നബി അലൈഹിസ്സലാം 13-ാം വയസ്സിൽ പൊട്ടക്കണക്കില്, കുറച്ച് കഴിഞ്ഞിട്ട് സലീഖയുടെ ശല്യത്തില്, കുറച്ച് കഴിഞ്ഞിട്ട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെ ഇടയിൽ ജയിലിൽ. എന്നിട്ട് ഇപ്പൊ എന്നാ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം, എന്താ പ്രശ്നമുണ്ടോ? അർശിന്റെ തണൽ കിട്ടുന്ന സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. ഈ 7 കാര്യങ്ങളും മേളിച്ച ലോകത്ത് ഒരാളാ യൂസുഫ് നബി അലൈഹിസ്സലാം. നീതിമാനായ ഭരണാധികാരിയാണ്. അങ്ങനെ 7 കാര്യങ്ങളും അൽ ഖൗലു നാഫിഉ ഫീ ബിനാഇൽ മസ്ജിദ് വൽ ജാമിഅ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. പറഞ്ഞു വന്നത്, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളെ മക്കൾ നന്നാവാൻ ഈ 6 കാര്യങ്ങളും ശ്രദ്ധിക്കണം. 7ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഉപ്പയും ഉമ്മയും സ്വലാഹിയത്തുള്ള ജീവിതം ഉണ്ടാവണം. വടി വളഞ്ഞാൽ നിഴലും വളയും. നേരെയുള്ള വടിക്കേ നേരെയുള്ള നിഴലുണ്ടാവുള്ളൂ. ഉപ്പ എപ്പോഴും വാട്സപ്പും ഇൻസ്റ്റയും യൂട്യൂബും ഹറാമും സമയം കളയലും ആണെങ്കിൽ
കുട്ടി ഏത് കോളേജിൽ പഠിച്ചാലും റിസൾട്ട് കാണൂല. അൽ വലദു അലാ സിർരി വാലിദൈഹി, മാതാപിതാക്കളുടെ അനുസരണ, മാതാപിതാക്കളുടെ രഹസ്യ ജീവിതം എങ്ങനെ ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് മക്കൾ ഉണ്ടാവുക. കുട്ടികൾക്ക് വാൾവിന്റെ പ്രശ്നം, 4-ാം വയസ്സിൽ ക്യാൻസറിന്റെ ശാഖ. ആരെ ശപിച്ചിട്ടും ആരേ ദമ്മത്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളുടെ ജീവിതം നന്നാക്കലാണ് മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് ഇമാമുന ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ മുഖ്തരീനിൽ വിശദീകരിക്കുന്നു. എന്തിനധികം പറയണം, ഷഅറാനി ഇമാമിന്റെ ലവാഖിഹിൽ കാണാം, ഒരാൾ മോശം സ്വഭാവമായാൽ, മോശം ജീവിതമായാൽ അയാളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് വരെ അതിന്റെ സീക്വൻസ് ഉണ്ടാവും, അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അയാളുടെ ഭാര്യയിൽ ഉണ്ടാവും. ഞാൻ ഒരിക്കൽ സ്വഭാവം മോശമായിട്ട് വെറുതെ അഭിനയിച്ചു നോക്കി, അപ്പോഴതാ എന്റെ ഭാര്യന്റെ സ്വഭാവം മോശമായിട്ട്. ഷഅറാനി ഇമാം പറയാം, നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും ഭാര്യ മക്കളിൽ, കുടുംബങ്ങളിൽ ഉണ്ടാവുക. 7 കാര്യങ്ങൾ ആറ്റിക്കുറിച്ച് പറഞ്ഞതാണ്, വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. എന്നാലും ടിപ്സുകളായി തന്നാൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. ഈ മഴയുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ ഇമോഷണൽ സെൻസസ് അറൗസ് ചെയ്യുന്ന കൂടുതൽ ജാഗ്രതയും ആശയങ്ങളും തീക്ഷ്ണമായ കാര്യങ്ങളും പറയാൻ ഈ ശബ്ദവും ഈ ആംബിയൻസും അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ വിഷയത്തെ ഇങ്ങനെ ക്രമീകരിച്ച് ടിപ്സുകളാക്കിയത്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. SSFന്റെ ഒരു സംസ്ഥാന മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിപാടി വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സംഘടിപ്പിച്ച സെക്ടറിന്റെ കൂട്ടുകാർ, SSFന്റെ കൂട്ടുകാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ പരിപാടിക്ക് സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഇതിന് ഭക്ഷണം നൽകിയവർ, സംഭാവനകൾ നൽകിയവർ, സംഘാടന വഹിച്ചവർ എല്ലാവർക്കും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ച് അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ബുർദയും മൗലിദൊക്കെ മുതഅല്ലിമീങ്ങളും മറ്റൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ടേ നിങ്ങളൊക്കെ പോകാവൂ. ഓൾറെഡി നമ്മുടെ പരിപാടി തുടങ്ങാനും മറ്റൊക്കെ വൈകിട്ടുണ്ടെങ്കിലും ആ കുട്ടികളുടെ മനസ്സ് അവർ വന്നിട്ട് നമ്മൾ 3ാമത്തെ പരിപാടിയാണ് നടത്തുന്ന ഉസ്താദ് ആകെ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞ് അള്ള സ്വീകരിച്ചാൽ എത്ര മഴ പെയ്താൽ നമുക്കെന്നാ അള്ള സ്വീകരിച്ചിട്ടിയാ പോരെ, അള്ള സ്വീകരിച്ച ഇത് മതി നമുക്ക്. ഇനിയിപ്പോൾ അള്ള സ്വീകരിച്ചിട്ടില്ല, മഴയൊന്നുമില്ല, അടിപൊളി കാലാവസ്ഥ, 10,000 ആളുകൂടെ പങ്കെടുത്തു. അള്ള സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടത് കാര്യം? വരിൽവാനും മിനല്ലാഹി അക്ബർ. അള്ള സ്വീകരിച്ചിട്ടേ നമുക്ക് ചെറിയ അമല് മതി, ഒരു സുന്നത്ത് സ്വീകരിച്ചാൽ മതി, അള്ളാഹു സ്വീകരിക്കും. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള അമലല്ലേ, മഹബത്തിന്റെ പരിപാടിയല്ലേ. ഖല്ലൂബ് ഇമാം പറയുണ്ടല്ലോ, സ്വലാത്ത് സ്വീകരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം ഉള്ള അമലാണ്. ഞാൻ ഒറ്റൊരു വസിയത്ത് ചെയ്ത് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വർദ്ധിച്ചാലേ സുന്നത്തുകൾ കൂടുതൽ ചെയ്യാനായൊക്കെ തൗഫീഖ് കിട്ടുള്ളൂ. ഒന്നുകൂടി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഒരാളുടെ ഖൽബിൽ വർദ്ധിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ സുന്നത്തുകൾ ചെയ്യാൻ ഒരാൾക്ക് തോന്നുക. മഹബത്ത് വർദ്ധിക്കാനുള്ള വഴിയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മത്വാലിഉൽ മസറാത്ത് അഥവാ ദലായിലുൽ ഖൈറാത്തിന്റെ ശറഹിൽ അത് കാണാം. ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരായി നമ്മളെല്ലാം മാറണം. ഒരു 100 സ്വലാത്തെങ്കിലും കടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുമെന്ന് പ്രതിജ്ഞ എടുക്കണം. അള്ളാഹു നമുക്ക് കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ, സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.